ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു. മോളിയുടെ ഉച്ചയോട് റെഡിയായി. ഉണക്കച്ചമീൻ ചമ്മന്തി ഉണ്ട്, മീന്, പിന്നെ നമ്മുടെ ചക്കക്കുരു, ഉണക്കച്ചെമ്മീൻ എല്ലാം കൂടെ മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചത്. നല്ല കടുകൊക്കെ വറുത്തെടുത്ത് അപ്പം അത് കഴിക്കാനാണ് കൂടുതലും. ബാക്കിയൊക്കെ നമ്മൾ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ വല്ല ഉണക്കച്ചെമ്മീനുണ്ട്, അങ്ങനെ കൂടുതലായിട്ട് വെക്കാറില്ല. അപ്പോൾ 2-3 ചക്കക്കുരു കണ്ട കാരണം സൂപ്പറാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ വെക്കണ പോലെയൊക്കെ തന്നെയുണ്ട്. ഉണക്കച്ചെമ്മീൻ ഞാൻ ചക്കക്കുരു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം ഉണക്കച്ചെമ്മീൻ വറുത്ത് ഞാൻ കേട്ടോ. വറുക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ടേസ്റ്റ് കൂടുതൽ ഉണക്കച്ചെമ്മീൻ്റെ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് വറുത്ത് ചക്കക്കുരുവിൻ്റെ ഒക്കെ കൂടെ ഇട്ട് വേവിച്ചിട്ട് മുളക് വേണ്ട, ഉള്ളിയൊക്കെ കൂടെ അരച്ചിട്ട് കടുക് വറുത്തെടുത്താൽ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇന്നലെ ഒരു സബ്സ്ക്രൈബ് കിട്ടിയാലും മുളിമ എപ്പോഴും പറയാലോ, ഒരു സബ്സ്ക്രൈബ് കിട്ടിയാലും ഒരു 10 കിട്ടിയതിൻ്റെ പ്രതീതിയാണ് എനിക്ക്. അപ്പോൾ ഇന്നലെ ചെയ്തവർക്കും ഇനി ചെയ്യാൻ പോകുന്നവർക്കൊക്കെ വളരെ നന്ദിയുണ്ട്. പിന്നെ ഞാനിപ്പോൾ എപ്പോഴും ഇപ്പോൾ 2-3 ദിവസമായിട്ട് എസ്കേപ്പറ്റക്കാടല്ല, നമ്മുടെ സഫാരി സന്തോഷ് ജോർജ് ഓളങ്ങര സാറും വേറെ പല ഇന്നലെ കണ്ടത് ഞാൻ നസീർ, വൈൽഡ് ഫോട്ടോഗ്രാഫർ നസീർ. അവരൊക്കെ കാടിനെ സ്നേഹിക്കുന്നതും മൃഗങ്ങളോടുള്ള ഒരു ആദരവും. കാരണം അവർ പറഞ്ഞു ചില പോയിന്റ് നമുക്കത് മറക്കാൻ പറ്റിയല്ല. ഏതോ ഒരു കോളേജിൽ ഏതോ പ്രോഗ്രാമിന് ചെന്നപ്പോഴത്തേക്ക് ഇവിടെയാണോ സുഖം, നസീർ ഫോട്ടോഗ്രാഫറോട് ചോദിച്ചു ഇവിടെയാണോ സുഖം, കാട്ടിലാണോ എന്ന് ചോദിച്ചു. പറഞ്ഞ് കാടാണ് എനിക്കിഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മൃഗങ്ങൾ നമ്മളെ കാണുമ്പോൾ മനുഷ്യനാണെന്നുള്ളത് അവർക്കറിയാം. അല്ല ജാതിയൊന്നും ചോദിക്കില്ല, അത് മനുഷ്യനാണെന്ന് മാത്രം. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു അത് നമ്മൾ ടച്ച് ചെയ്ത്. അപ്പം നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുക. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അതൊന്നും വേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ മനുഷ്യരായിട്ട് തന്നെ ജീവിക്കുക, മനുഷ്യരായിട്ട് തന്നെ മരിക്കുക. ഓക്കെ, ബൈ ബൈ.